തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഉണ്ട്. പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് വരികയാണ്. നേരിട്ട് വന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും എല്ലാ നിലയിലും ഈ ദുരന്തത്തിൽ നിന്നും വയനാടും കേരളവും കരകയറുന്നതിന് പ്രധാനമന്ത്രി കൈത്താങ്ങായി മാറുന്ന നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായാണല്ലോ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം ഉണ്ടായത്. കേന്ദ്ര സംഘം ചില പഠനങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഈ കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് അത് പ്രധാനമാണ്. കേന്ദ്ര സംഘത്തിന് മുന്നിൽ ഈ പ്രധാനമായും ഉന്നയിച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മുൻഗണനാ ക്രമത്തിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, നമ്മളിപ്പോൾ ഇന്ന് വന്ന കേന്ദ്ര സംഘത്തിന് മുമ്പിൽ ഇക്കാര്യങ്ങൾ സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രസന്റേഷൻ തന്നെ വെച്ചുകൊണ്ടാണ് ചർച്ച നടത്തിയത്. അതിൽ ഓരോ കാര്യങ്ങളിലും കൃത്യമായി ഓരോന്ന് വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര സംഘം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ കേന്ദ്രത്തിന്റെ പഠനം, കേന്ദ്ര സംഘത്തിന്റെ പഠനം ഈ ഇത്തരം ദുരന്തങ്ങളിൽ പല ഘട്ടങ്ങളായി നടക്കുന്നതാണല്ലോ. ഇന്ന് പക്ഷേ പ്രാഥമിക പഠനം മാത്രമാണ് നടന്നത്. അതിനാൽ തന്നെ ആഴത്തിലുള്ള ഒരു പഠനം നടന്നിട്ടില്ല. പക്ഷേ ഈ ബോധ്യപ്പെടാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണോ താങ്കളുടെ ഒരു വിലയിരുത്തൽ? ആഴത്തിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിലയിൽ അവരിടപെടും എന്ന കാര്യത്തിൽ അവരുടെ നിലപാട് അവരെന്ന് പറഞ്ഞിട്ടുണ്ട്. മീറ്റിങ്ങിൽ പറഞ്ഞു. പിന്നെ അവർ ആ സ്ഥലങ്ങളിൽ പോയിരുന്നു. ആ നിലയിൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രയാസം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സഹായം എന്ന് പറയുമ്പോൾ ഈ സൈനിക സഹായം പെട്ടെന്ന് തന്നെ കിട്ടിയതാണ്. ഇനി പ്രധാനമായും വേണ്ടത് ദേശീയ ദുരന്തത്തിൽ ഉൾപ്പെടുത്തിയുള്ള വലിയ സാമ്പത്തിക സഹായമാണല്ലോ വേണ്ടത്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ കൈയച്ചുള്ള ഒന്നായി മാറുകയും ചെയ്യും. അത്തരത്തിൽ തന്നെ ഒരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടോ ഇപ്പോൾ? അല്ല, നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തന്നെ ഇത്തരം കാര്യങ്ങളൊരു നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കേന്ദ്ര സർക്കാരുമായി എന്തെങ്കിലും ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാദഗതിക്കോ വേണ്ടി ഉയർത്തുന്നൊരു പ്രശ്നമായിട്ടല്ല ഞങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നത്. വളരെ ന്യായമായിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട പ്രശ്നമായിട്ടാണ് കാണുന്നത്. എല്ലാ നിലയിലുള്ള പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ദുരന്തത്തെ അതിജീവിക്കുക എന്നത് വലിയ ദുഷ്കരമായ കാര്യമാണ്. പരിധിയില്ലാത്ത സാമ്പത്തിക സഹായമാണ് ഇതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ദേശീയ ദുരന്തം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താൻ മാനദണ്ഡത്തിന്റെ തടസ്സമുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് മാത്രം ഇത് സാധ്യമാകുന്നതാണോ? പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ നാളെ മനസ്സിലാക്കി ഉചിതമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, കരുതുന്നത്. അത്രയ്ക്ക് പ്രയാസമാണ് ഇവിടെ ഈ ദുരന്തം ഉണ്ടാക്കിയെന്ന് നമുക്കൊക്കെ അറിയാം. സാർവദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ ഈ വിഷയം വലിയ നിലയിൽ എടുത്തതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ സംഭവം വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾക്കിടയിൽ ഇതൊരു വലിയ വികാരമായി മാറിയിട്ടുണ്ട്. അവരുടെയൊക്കെ ശരീരം മാത്രമാണ് അതാത് രാജ്യങ്ങളിലുള്ളത്. മനസ്സ് വയനാടും കേരളവും അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെ അതിജീവിക്കുക എന്നുള്ള ആശയത്തിനൊപ്പമാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. നേരത്തെ ഈ കേന്ദ്ര ബഡ്ജറ്റിലും 3 സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ ദുരന്തങ്ങൾ നേരിടേണ്ട 3 സംസ്ഥാനങ്ങൾക്ക് വലിയ നിലയിലുള്ള സഹായം പ്രഖ്യാപിച്ചതാണ്. തീർച്ചയായും പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റ് സംസ്ഥാന